നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് AIYF AISF സമരം കണ്ടതാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഒരു ബദൽ സമരം ഇന്ന് കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയ്ക്കെതിരെ SFI നടത്തുന്നത് നമ്മൾ കണ്ടു. ആ സമരത്തിൽ സംഘർഷമുണ്ടായി. കുത്തനെയുള്ള ഫീസ് വർധന താങ്ങാൻ കഴിയാതെ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി പഠനം അവസാനിപ്പിച്ചിരുന്നു. 24 വാർത്ത നൽകിയതാണത്. PM ശ്രീ വിഷയത്തിൽ CPI നിലപാട് കടുപ്പിക്കുന്നതിനിടെയാണ് കൃഷിവകുപ്പിന് കീഴിലുള്ള സർവകലാശാലയ്ക്കെതിരെ SFI പ്രതിഷേധം ശക്തമാക്കിയത്. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം ഫീസ് ഘടനയിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ തയ്യാറാണ് എന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. മന്ത്രി പറഞ്ഞത് കൂടി കേൾക്കാം. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ തിരികെ കോളേജിൽ പ്രവേശിച്ചു TC വാങ്ങിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇനി അദ്ദേഹത്തിന് ഇനിയും പഠനമില്ല എന്ന തരത്തിൽ ഉണ്ടാവരുത്. TC കൊടുത്തു, TC അദ്ദേഹം വാങ്ങിച്ചു എങ്കിലും തിരികെ കോളേജിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫീസിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാവുകയില്ല. സർവകലാശാല ഒരു ഫീസ് സ്ട്രക്ചർ മുമ്പോട്ടേക്ക് വെച്ചിരുന്നു. സൂരജ് സജി വിശദാംശങ്ങളുമായുണ്ട്. സൂരജ്, നമ്മൾ ഇന്ന് കണ്ട പ്രതിഷേധം അത് നമുക്കറിയാം, മുൻപ് തന്നെ ഫീസ് വർധനയിൽ വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പഠനം നിർത്തുന്ന വാർത്ത നമ്മൾ ഇന്നലെ നൽകിയിരുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചത് വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ SFI ഈ പ്രതിഷേധം ഇന്ന് നടത്തുമ്പോൾ അതിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? AISF ഉം AIYF ഉം വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ തിരിച്ച് കൃഷി വകുപ്പ് നടത്തുന്ന ധാർമ്മികമായ പ്രവർത്തനത്തിനെതിരെയുള്ള പ്രതിഷേധം എന്ന രീതിയിൽ ഒരു ബദൽ സമരം SFI ഇന്ന് നടത്തിയിരിക്കുന്നു. അനുജ, അത് തന്നെയാണ്. അതായത് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ASF-ഉം AYF-ഉം എല്ലാം സമരമുഖത്ത് അണിനിരക്കുന്നതിനിടയിലാണ് SFI കാർഷിക വകുപ്പിന് കീഴിലെ കാർഷിക സർവകലാശാലയിൽ ഫീസ് വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരവുമായി രംഗത്തിറങ്ങിയത്. അത് സാധാരണ ഒരു സമരം എന്ന് പറയാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധം തന്നെ കൃഷി വകുപ്പിനെതിരെ എല്ലാം നടത്തുന്നത് ഇന്ന് കണ്ടു. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും പങ്കെടുത്തുകൊണ്ടായിരുന്നു ഇന്ന് കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI മാർച്ച് നടത്തിയത്. ആ മാർച്ച് സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ ഈ സമരം അവസാനിപ്പിക്കുന്നില്ലെന്നും ഈ ഫീസ് വർധനവ് പിൻവലിക്കുന്നതുവരെ പ്രതിഷേധവുമായി തുടരാനാണ് SFIയുടെ തീരുമാനമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് യൂണിവേഴ്സിറ്റി അധികൃതർ SFI നേതൃത്വമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി. ഈ ചർച്ച നടക്കുന്നതിനിടയിൽ SFI പ്രവർത്തകരെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതാണ്. ഒടുവിൽ SFI സംസ്ഥാന പ്രസിഡന്റ് എല്ലാം ഈ സംഘർഷത്തിൽ ഇടപെട്ടു. SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു സമരമായിരുന്നു. SFI സംസ്ഥാന സെക്രട്ടറിയൊക്കെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. അതിൽ വലിയ പ്രതിഷേധത്തിലേക്ക് SFI കടക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിനിടെയാണ് ഈ വിഷയത്തിൽ ഒരു ഭേദഗതിക്ക് പുനരാലോചനയ്ക്ക് തയ്യാറാണ് എന്ന് കൃഷിമന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ അത് കോടതിയുടെ പരിഗണനയിലായതിനാൽ ഉടനടി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിനൊരു സന്നദ്ധത മന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. പഠനം നിർത്തിയ അർജുൻ എന്ന താമരശ്ശേരി വിദ്യാർത്ഥിയെ തിരികെ കോളേജിലേക്ക് എത്തിക്കുന്നതിനുള്ള സർവകലാശാലയിലേക്ക് നുള്ള നടപടികൾ സ്വീകരിക്കും എന്നതുകൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതും പ്രതീക്ഷാ നിർഭരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.